ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയെങ്കിലും ആനന്ദിനോട് തൻ്റെ നിരപരാധിത്വം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ദേവിയോട് ആനന്ദ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ അപകടമൊക്കെ സംഭവിച്ചത്. എൻ്റെ കുഞ്ഞെന്ന സ്വപ്നം ഇല്ലാതാക്കിയത് നീയാ. നീ എന്നോട് മിണ്ടാൻ വരരുത് ദേവി എന്ന് പറയാ. എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നത്? നിനക്ക് നിൻ്റെ ഫ്രോഡ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടേക്ക് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ എന്താ പറയുന്നത്? എന്നെ അത്രയ്ക്ക് വെറുത്തു പോയോ എന്ന് ചോദിക്കുക. ഞാൻ ജീവിച്ചത് പോലും എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിനെ എല്ലാവരും കൂടി ഇല്ലാതാക്കിയല്ലേ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ശ്രദ്ധിച്ച് വേണം നടക്കാനെന്നൊക്കെ. എന്നിട്ട് നീ അത് ചെയ്തോ? ഇല്ലല്ലോ. നിനക്ക് ആ കുഞ്ഞിനോട് അതിന് സ്നേഹം ഉണ്ടെങ്കിലല്ലേ അതിന് കരുതൽ കൊടുക്കുള്ളൂ. എനിക്ക് വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്തത്. നിനക്ക് എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് പിടിച്ചു നിൽക്കണമായിരുന്നു. അതിന് കിട്ടിയ പിടിവള്ളി മാത്രമാണ് എൻ്റെ കുഞ്ഞ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു ദേവി. എനിക്കിപ്പം എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം അവിടെ ആനന്ദ് മേടിച്ചുകൊണ്ട് വന്ന തൊട്ടിലിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അത് പോയി എടുക്കുക. ഇനി ആർക്കു വേണ്ടിയാ ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞു പോയില്ലേ, അവന് വേണ്ടി ഞാൻ മേടിച്ചു കൂട്ടി ഈ സാധനങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് എല്ലാം പിച്ചി കീറി കളയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദേട്ടൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതവിടെ വെക്ക ആനന്ദേട്ട എന്ന് പറയാം. ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഇതൊന്നും വിടുന്നു പോട്ടെ, എല്ലാം പോട്ടെ. ഈ ആനന്ദം നശിക്കട്ടെ. എൻ്റെ കുഞ്ഞു പോയതുപോലെ ഞാനും അങ്ങ് പോകാം. അപ്പം നിനക്ക് സമാധാനമാകുമല്ലോ എന്നൊക്കെ ദേവിയോട് ചോദിക്കാം. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഗോമതി അങ്ങോട്ട് വരിക. ആനന്ദേ, നീ എന്താടാ കാണിക്കുന്നേ? ദേവിമോക്ക് വയ്യാത്തതെന്ന് അറിയില്ലേ? നീ അവളെ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളെ ആരെ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നപ്പം ആനന്ദ് ഗോമതിയോട് ചോദിക്കുക. തന്നോട് എതിർത്ത് ഇന്നേ വരെ സംസാരിക്കാത്ത ആനന്ദ് ഈ രീതിയിൽ കേൾക്കുന്ന ഗോമതി ആകെ തകർന്നു പോവുക. എടാ, നീ എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുക. അതല്ലേ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ആരെ ഇങ്ങോട്ട് വിളിച്ചതെന്ന്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയേ എന്ന് ഗോമതിയോട് ദേഷ്യപ്പെട്ട് പറയാം. കേൾക്കുന്ന ഗോമതി ആകെ തകർന്ന് നിൽക്കുകയാണ്. എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും അച്ഛനോടും അമ്മയോടും എപ്പോഴും ബഹുമാനത്തോടെ മാത്രം സംസാരിച്ചിരുന്ന തൻ്റെ ആനന്ദാണ് തൻ്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് പോലും തന്നെ വിളിക്കാതെ നിങ്ങളെന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുന്ന ഗോമതി ആകെ തകർന്നു പോവാ. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങി പോകാൻ? ഈ റൂമിലോട്ട് കയറി വന്ന് ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിച്ച് ആനന്ദ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ കരഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ ദേവിയും ആകെ സ്തംഭിച്ച് നിൽക്കുക. കാരണം ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം അതും ഗോമതിയോട് ആനന്ദ് ചെയ്യുമെന്ന് ഒരിക്കലും നമ്മുടെ ദേവി വിചാരിക്കുന്നില്ല കേട്ടോ. ആനന്ദേട്ടൻ എന്താ പറഞ്ഞത്? അത് ആനന്ദേട്ടൻ്റെ അമ്മയാ എന്ന് പറയാം. എനിക്കറിയാം, എല്ലാവരെയും എനിക്കറിയാം. നീ ഇനി പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്ന് ഗോമതിയെ പറ്റി നമ്മുടെ ആനന്ദ് ദേവിയോട് പറയും. ആനന്ദേട്ടാ, ഇപ്പം തന്നെ പോയി അമ്മയോട് മാപ്പ് പറ. ആരോടും ഞാൻ മാപ്പ് പറയില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പറയുന്നേ? എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഇനി ഞാൻ പോയി എല്ലാവരോടും ക്ഷമ പറയണോ അല്ലേ? നിന്നോട് ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാനാ ദേവി പറഞ്ഞത് എന്ന് പറയണം കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ദേവി നിൽക്കുക. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണേ. ഇതേ സമയം നമ്മുടെ ഗോമതി ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ആനന്ദ് ഈ രീതിയിൽ തന്നോട് പെരുമാറിയത് ഗോമതിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഗോമതി ആണെങ്കിൽ ആരും കാണാതെ പുറത്തു പോയി നിന്ന് കരയുവാണ്. അതേസമയം തന്നെയാണ് നമ്മുടെ ഇന്ദ്രാമയാണെങ്കിൽ ദേവി ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് വേലിക്കിലേക്ക് വരിക. അപ്പോൾ ഗോമതി അവിടെ നിൽക്കുന്ന കാണുകയാണ് കേട്ടോ. ഗോമതി ആകെ സങ്കടപ്പെട്ട് കാണുന്ന ഇന്ദ്രാമയ്ക്ക് സംശയം തോന്നുക, എന്തോ അശുഭമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ദേവമംഗലത്ത് നിന്ന്. അപ്പം പതിയെ ഗോമതിയെ വിളിക്കും. അത് കാണുമ്പം ഗോമതി ഒരു ആശ്വാസത്തിന് എന്ന പോലെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ നിന്ന് കരയുക. എന്തു പറ്റി മോളെ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുക. അമ്മേ, എൻ്റെ കുടുംബം തകർന്നമ്മേ. ഇത്രയും കാലം ഞാൻ പൊന്നുപോലെ നോക്കിയിരുന്ന എൻ്റെ കുടുംബം ഇന്ന് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത്. മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേവിമോക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. ദേവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഞ്ഞു പോയ അമ്മേ, ഞങ്ങൾ അത്രയേറെ ആശിച്ചു മോഹിച്ച് കാത്തിരുന്ന ഞങ്ങളുടെ പേരക്കുട്ടിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അത് കേൾക്കുന്ന ഇന്ദ്രാമ്മ ആകെ ഷോക്കായിട്ട് നിൽക്കാണ് കേട്ടോ. ഗോമതി, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്താ ദേവിമോക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കാം. എല്ലാത്തിനും കാരണം അവനാ അമ്മേ, ആ അലോക് എന്ന് പറയാണ്. അലോകോ? അവൻ എന്താ ചെയ്തത്? അവനാ ദേവിയെ തള്ളിയിട്ടത്. അങ്ങനെയാ അവൻ അവളുടെ വയറടിച്ച് വീഴുന്നതും കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതും. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബഹളം ആവില്ലേ എന്ന് ചോദിക്കുക. എൻ്റെ ഈശ്വര, ആ തലതെറിച്ചവൻ എന്തൊക്കെയായി ചെയ്യുന്നത്? അവൻ എങ്ങനെ അവിടെ വന്ന് എന്ന് ചോദിക്കുമ്പം കാര്യങ്ങളൊക്കെ ഗോമതി ഇന്ദ്രാമയോട് പറയണേ കേട്ടോ. അത് കേട്ട് ഇന്ദ്രാമയും ആകെ തകർന്നിരിക്കുക. എൻ്റെ ആനന്ദ് ആകെ തകർന്നു പോയമ്മേ. ആ ദേവിയും അതെ. അവൻ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി
നിങ്ങളെന്ന് പോലും എന്നെ വിളിച്ചു. അമ്മയ്ക്ക് അറിയാവോ, അവൻ്റെ മാനസികാവസ്ഥ അത്രയ്ക്കും തകർന്നിട്ടാ അവൻ ഈ രീതിയിൽ പെരുമാറുന്നത്. എന്താ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നും ഉള്ള ബോധം പോലും അവനില്ല. അതുപോലെ തന്നെയാണ് ദേവിമോളുടെ അവസ്ഥയും. ആ പാവം എന്തുമാത്രം വിഷമിക്കുന്നതെന്നറിയാവോ. ദേവിമോളെയാ ആനന്ദ് കുറ്റപ്പെടുത്തുന്നത്, കുഞ്ഞു പോയതിന് പോലും. പക്ഷെ ആ പാവം സത്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാം കുടുംബത്തിന് വേണ്ടിയാ എന്നൊക്കെ ദേവിയെ പറ്റിയും നമ്മുടെ ഗോമതി ഇന്ദ്രാമയോട് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദ്രാമയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരിക. ഞാൻ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലട്ടെ, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദേവമംഗലത്തുള്ളവരെ ഉപദ്രവിച്ച് അലോകിന് മതിയായിട്ടില്ല. ആദ്യം നിന്നെ കൊല്ലാൻ നോക്കി, അത് കഴിഞ്ഞ് ഇപ്പം ദേവിയുടെ കുഞ്ഞിനെ അവൻ കൊന്നിരിക്കുന്നു, നാശം പിടിച്ചവൻ എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടാട്ടോ ഇന്ദ്രാമ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുന്ന ഇന്ദ്രാമ അലോകിനെ അവിടെ കാണുമ്പോൾ തന്നെ അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് കാവളത്ത് നല്ലൊരു അടി കൊടുക്കുക. മുത്തശ്ശി എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് അപ്പം അലോക് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ മിണ്ടരുത്, നീ എന്തു വലിയ പാപമാടാ മഹാഭാവി ചെയ്തത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ബഹളം എല്ലാം കണ്ടുകൊണ്ട് രാജശ്രീ അങ്ങോട്ട് വരിക. അമ്മ എന്തായി ചെയ്യുന്നത്, അമ്മ എന്തിനാ എൻ്റെ മകനെ തല്ലിയത് എന്ന് ചോദിക്കുക. നീ മിണ്ടരുത്, നീയാ ഇവന് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. മക്കൾ തെറ്റ് ചെയ്ത ആ മാതാപിതാക്കൾ അവരെ ശാസിച്ച് നേർവഴിക്ക് നയിക്കണം. നീ ചെയ്യുന്നത് എന്താ, അവൻ എന്ത് ചെയ്താലും അതെല്ലാം നല്ലതാന്നുള്ള രീതിയിൽ അവൻ്റെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടിപ്പം വന്ന് മകനൊരു കൊലപാതകയായി ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന അനന്തൻ ചോദിക്കും, അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഇവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്, നിങ്ങൾക്കൊന്നും മതിയായില്ലല്ലേ. ആ ദേവമംഗലത്തുള്ളവർ ഒരു കാര്യത്തിനും പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടുന്ന് ഓരോ തവണയും അവരെ ഉപദ്രവിക്കുന്നത്. ആദ്യം നീയൊക്കെ കൂടി എൻ്റെ ധർമ്മൻ്റെ ജീവിതം തൊലച്ചു, അതിനുശേഷം എൻ്റെ ഗോമതിയെ കൊല്ലാൻ നോക്കി നിൻ്റെ ഈ പുന്നാര മോൻ. ഇപ്പം കണ്ടില്ലേ, എൻ്റെ പേരക്കുട്ടിയെ ഉണ്ടാകാൻ പോകുന്നതിനും ഇവൻ കൊന്നിട്ടാ ഇവിടെ നിൽക്കുന്നത് എന്ന് അച്യുതനോട് ദേഷ്യപ്പെട്ട് പറയാം. അത് കേൾക്കുന്ന ആനന്ദനും നന്ദിനിയും ഒക്കെ ഞെട്ടി നിൽക്കുക. അമ്മ എന്തൊക്കെയായി പറയുന്നേ, ദേവിമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന്. അതിന് കാരണക്കാരൻ ആരാന്നറിയാവോ, ഈ നിൽക്കുന്നവൻ ദേവമംഗലത്ത് ചെന്ന് പ്രശ്നമുണ്ടാക്കി ദേവിയെ പിടിച്ച് തള്ളി. അങ്ങനെ ദേവിയുടെ വയറടിച്ച് വീണ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ഈ പാപമൊക്കെ ഇവൻ എവിടെ പോയി തീർക്കും എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന രാജശ്രീ പറയും, അമ്മ അവനൊരു അബദ്ധം പറ്റിയതല്ലേ, നീ മിണ്ടരുത്. അബദ്ധം പറ്റി പോലും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാതെ വളർത്തിയിട്ട് അവൾ എന്നോട് ചാടാൻ നിൽക്കുക എന്നും പറഞ്ഞ് ഇന്ദ്രാമ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം രാജശ്രീക്ക് എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. അത് കേൾക്കുന്ന ആനന്ദം പറയും, നീ എന്തിനാ ദേവമംഗലത്തേക്ക് പോയത്, അവിടെ പോയി ദേവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് എന്തിനാടാ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുക. അനന്തേട്ട അവനോട് ദേഷ്യപ്പെടലേ അനന്തേട്ട എന്ന് പറഞ്ഞ് വീണ്ടും രാജശ്രീ പറയാം, ഇനി കൂടുതൽ ന്യായീകരിച്ച് നീ ഒന്നും എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഓരോ തവണയും നിങ്ങൾ തെറ്റ് ചെയ്യുമ്പം അനിയനല്ലേ, അനിയൻ്റെ ഭാര്യയല്ലേ എന്നും പറഞ്ഞ് ഞാൻ ക്ഷമിച്ച് വിടുന്നതാ. ഇത് മനഃപൂർവ്വം ആ കുടുംബത്തിൽ കയറി ഓരോ തവണയും പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ച് ആനന്ദൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതൻ പറയും, ഏട്ടാ ഇവന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും പോകില്ലല്ലോ, എന്തിനാടാ നീ അവിടേക്ക് പോയത് എന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം അലോക് പറയും, അത് പിന്നെ അവിടുത്തെ അനന്തനും എന്തിന് നമ്മുടെ ഇന്ദ്രാമയും നന്ദിനെയൊക്കെ ഞെട്ടി നിൽക്കുക. അനുശ്രീ വിളിച്ചിട്ടോ, അതിന് നീയും അവളും തമ്മിൽ എന്താ ബന്ധം എന്ന് അനന്തനപ്പോൾ ചോദിക്കുക. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്. എന്നെ അവിടെയുള്ളവരെല്ലാം കണ്ടപ്പം ബഹളം വെച്ചു, രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരെ പിടിച്ച് ഞാൻ തള്ളിയത്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും അല്ല എന്ന് അനുശ്രീയുടെ തലേ കുറ്റങ്ങളെല്ലാം ചുമത്തി അലോക് പറയൂ കേട്ടോ. ഇത് കേൾക്കുമ്പം ആനന്ദൻ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പം രാജശ്രീ പറയും, കണ്ടോ പെണ്ണുങ്ങൾ വീട്ടിൽ മര്യാദയ്ക്കിരിക്കണം, അല്ലാതെ ആണുങ്ങളെ വിളിച്ച് കയറ്റിയിട്ട് എൻ്റെ മോൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റവും ഇടാൻ നോക്കിയാലുണ്ടല്ലോ ഞാൻ ക്ഷമിച്ച് തരത്തില്ല. ഇതിനൊക്കെ കാരണക്കാരി ആരാ, ആ അനുശ്രീ. അവളെ വിളിച്ചിട്ട് കയറി ചെന്ന എൻ്റെ മോൻ എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത് എന്ന് രാജശ്രീ പറയാണ് കേട്ടോ. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വന്തം വീട്ടിൽ ഇവനെ വിളിച്ച് കയറ്റിയിട്ട് തെറ്റ് മുഴുവനും ആ പെണ്ണാണ് ചെയ്തത് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് അലോകിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക. അപ്പോൾ അലോകിൻ്റെ ആ പറഞ്ഞ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ഇന്ദ്രാമയും അനന്തനും ഒക്കെ. ഇതേ സമയം നമ്മുടെ ദേവിയാണ് റൂമിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ആഹാരം പോലും കഴിക്കാതെ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മീനും അങ്ങോട്ട് കയറി ചെല്ലുക. ഏടത്തി ഇങ്ങനെ തളരരുതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക. ഏടത്തിയുടെ ശരീരം ആകെ വീക്കാം, സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോളൂ. ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിന്ന് കുറച്ചെങ്കിലും കഴിക്കേടത്തി എന്നും പറഞ്ഞ് നിർബന്ധിക്കുവാണ് കേട്ടോ. നമുക്ക് പറയും, വേണ്ട മീനു, എനിക്കൊന്നും വേണ്ട, ഇനി ഞാൻ എന്തിനാ ആഹാരമൊക്കെ കഴിച്ച് എൻ്റെ ശരീരം സൂക്ഷിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ, അവന് വേണ്ടി ആയിരുന്നില്ലേ ഞാൻ സമയാസമയം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് എന്തുണ്ടായി, എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടിട്ട് പോയില്ലേ എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. അത് കാണുമ്പോൾ മീനൻ ഒരുപാട് സങ്കടമാവുക.
എടുത്തി കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്ത് വീണ്ടും വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ സങ്കടം കൂടുവല്ലേ ഉള്ളൂ, മറക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് എനിക്കറിയാം. ഏടത്തി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഏടത്തി എന്ന് പറയാം. ഇച്ചിരിയെങ്കിലും ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ ഞാനും ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കില്ല കേട്ടോ. ഏടത്തി എപ്പോൾ കഴിക്കുമോ അപ്പോഴേ ഞാനും കഴിക്കുള്ളൂ എന്ന് പറയാം. എന്തൊക്കെയാ മീനു നീ പറയുന്നത്? ഇപ്പം തന്നെ നീ എനിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. നീ ജോലിക്ക് പോലും പോകാതെ ഇവിടെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. നീ നാളെ തൊട്ട് ജോലിക്ക് പൊയ്ക്കോ മീനു എന്ന് പറയാം. ജോലിക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഏടത്തി എന്നാണോ ഓക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം മാത്രമേ ഇനി ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ. ഞാൻ ലീവൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യം ഏടത്തി ഇത് കഴിക്കുക, നമുക്ക് 2 പേർക്കും കൂടി ഇരുന്ന് കഴിക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പം മീനുവിൻ്റെ നിർബന്ധം കാരണം ദേവി 1-2 ആഹാരം കഴിക്കുക. അപ്പം ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക. അപ്പം മീനു അതെല്ലാം തുടച്ചു കൊടുക്കുക. ഏടത്തി ഇങ്ങനെ കരയാതെ ഏടത്തി എന്ന് പറയാം. മീനു, ഞാൻ കാരണമാണോ ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? അറിഞ്ഞുകൊണ്ട് ഞാനാണോ തെറ്റ് ചെയ്തത്? അവിടെ അലോക് പ്രശ്നം ഉണ്ടാക്കിയപ്പം നിങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന കണ്ടപ്പം കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ ഇടയ്ക്ക് കയറിയത്. ഞാനത് ചെയ്തത് തെറ്റായി പോയല്ലേ എന്നും ചോദിച്ച് കരയോ? അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇരുന്നേനെ. എൻ്റെ അശ്രദ്ധ കാരണമാണ് അമ്മ എന്നോട് 100 തവണ പറഞ്ഞതാ അങ്ങോട്ട് വരരുതെന്ന് എന്ന് പറഞ്ഞ് ദേവി വീണ്ടും കരയാ. ഏടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഏടത്തിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയേ ചെയ്യൂ. നമ്മുടെ കുടുംബത്തുള്ളവർക്ക് ഒരാപത്ത് വരുമ്പം കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? ഇപ്പോൾ തന്നെ അമ്മയെ കൊല്ലാൻ നോക്കിയപ്പം അവൻ്റെ തലക്കടിച്ച് ഞാനല്ലേ വീഴ്ത്തിയത്. നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചു പോകും, അതിലൊരു തെറ്റുമില്ല. പക്ഷെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് ആരും കരുതിക്കൂട്ടി ചെയ്തതല്ലോ. ഏടത്തി സങ്കടപ്പെടല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പം ആനന്ദിൻ്റെ അവസ്ഥകളൊന്നും നമ്മുടെ മീന കണ്ടില്ലായിരുന്നു, റൂമിൽ ബഹളം വെച്ചതൊന്നും. അതുകൊണ്ട് തന്നെ ആനന്ദ് ദേവിയോട് കാണിക്കുന്ന അവഗണനയും ദേഷ്യമൊന്നും നമ്മുടെ മീനുവിന് അറിയത്തുമില്ല. കാരണം അവക്കറിയാവുന്ന ആനന്ദേട്ടനും ദേവിയെടുത്തും തമ്മിൽ അത്രയേറെ സ്നേഹത്തിലാണ്. ദേവിയെടുത്തോട് ആനന്ദേട്ടന് കളഞ്ഞ സ്നേഹമാണെന്നും മീനുവിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആനന്ദിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പോലും മീനുവിന് സാധിക്കുന്നു. അതേസമയം നമ്മുടെ അനുവാണ് റൂമിൽ ആകെ കുറ്റബോധത്തോടു കൂടി സങ്കടത്തോടെ ഇരിക്കുക. ദേവിയടുത്തേക്ക് വന്നത് അവൾ അറിഞ്ഞു എങ്കിൽ പോലും അവരെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള പേടി കാരണം അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ മനസ്സിൽ എങ്ങനെയെങ്കിലും ദേവിയടുത്തിൻ്റെ അടുത്ത് ചെന്ന് ദേവിയടുത്ത് തന്നെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേട്ടുകൊണ്ട് കാല് വീട് മാപ്പ് അപേക്ഷിക്കണം. താൻ ഒറ്റ ഒരാൾ കാരണമാണ് തങ്ങൾ എത്രയും ഏറെ ആഗ്രഹത്തോടെ കാത്തിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടത്, ഏടത്തിക്കും ഏട്ടനും ഇത്രയും വലിയ നഷ്ടം ഉണ്ടായത് എന്നൊക്കെയുള്ള ചിന്ത അനുവിന് ഉണ്ട് കേട്ടോ. എന്നിട്ട് അനു രണ്ടും കൽപ്പിച്ച് ദേവിയുടെ റൂമിലേക്ക് കയറി ചെല്ലാനായിട്ട് തുടങ്ങാം. അപ്പം മീനു ആഹാരമൊക്കെ കൊടുത്തിട്ട് അതിന് മുന്നേ തന്നെ അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം ദേവിയുടെ റൂമിലേക്ക് അനു കയറി ചെല്ലുവാണ് കേട്ടോ. അപ്പം എങ്ങനെ മിണ്ടു തുടങ്ങണം എന്ന് പോലും അറിയത്തില്ല. അപ്പം ദേവി അനുവിനെ കാണുമ്പോൾ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ദേവിയുടെ കാലുകളിൽ കയറി പിടിക്കുക. എന്നോട് ക്ഷമിക്കെടുത്തി, ഞാൻ കാരണമല്ലേ എടുത്തിക്ക് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചത്, അവനെ വീട്ടിൽ വന്നതും എല്ലാം ഞാൻ കാരണമാണ്, എന്നോട് ക്ഷമിക്കെടുത്തി എന്നും പറഞ്ഞ് കാലി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല എടുത്തി എന്ന് പറയാ. എന്നോട് എടുത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും കരയുമ്പം നമ്മുടെ ദേവി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. എന്നെ ഒന്ന് തല്ലുമെങ്കിലും ചെയ്യെടുത്തി. ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും സങ്കടം കൂടുന്നത്. എനിക്കിങ്ങനെ നീറി ജീവിക്കാൻ വയ്യ എന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനുവിൻ്റെ ഈ രീതിയിലുള്ള സംസാരമൊക്കെ മറ്റൊരാളോട് കേൾക്കുന്നുണ്ട്. മറ്റാരുമല്ല, ആര്യൻ ആ സമയത്താണ് ദേവിയുടെ റൂമിൻ്റെ അവിടേക്ക് വരുന്നത്. അപ്പം അനുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ സംശയം തോന്നിയിട്ട് അവിടെ നിൽക്കുന്ന ആര്യന് അനു കാരണമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. കാര്യങ്ങൾ മനസ്സിലാക്കിയ ആര്യൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോവാം. ഇത് കാണുന്ന ദേവി അവളെ ഒന്നും ചെയ്യില്ലേ ആര്യ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവളുടെ റൂമിലെത്തി വാതില് കുറ്റിയിടാണ് കേട്ടോ. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ അനുവിനോട് ചോദ്യം ചെയ്യാണ്. ഈ കാരണമാണല്ലേടി ദേവിയടുത്തേക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ആനന്ദേട്ടൻ്റെ അവസ്ഥ നിനക്ക് എന്തായിരുന്നെന്ന് അറിയാവോ? ഈ കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ ചതിച്ച് അവനെ പിടിച്ച് ഈ വീട്ടിൽ കയറ്റാൻ നിനക്ക് എങ്ങനെ തോന്നിയടി എന്നും ചോദിച്ച് നമ്മുടെ അനുവിനിട്ട് ഒരുപാട് തല്ലും കേട്ടോ. അനു ഒന്നും ചെയ്യില്ലേ ഏട്ടാ, മനഃപൂർവ്വം അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആര്യനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് മീനും അങ്ങോട്ട് വരിക. ഒരു വിധത്തിൽ വാതിൽ തല്ലി തുറക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനുവിനെ പിടിച്ച് തല്ലിക്കൊണ്ടിരിക്കുന്ന ആര്യനെ കാണും. അവരെ പിടിച്ചു മാറ്റും. ആകാശവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.